പി വി അൻവർ എം എൽ എയുടെ ആരോപണങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം സമരം ഘടിപ്പിക്കുന്നുവെന്ന് വാർത്ത. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഇന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. നാളെ KPCC ആഹ്വാനം ചെയ്ത സെക്രട്ടേറിയറ്റ് മാർച്ച് ശക്തി പ്രകടനമാക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. വിശദാംശങ്ങളുമായി സലീം മാലിക് ചേരുന്നു. ഗുഡ് മോർണിംഗ് സലീം മാലിക്. പി വി അൻവർ എം എൽ എയുടെ ആരോപണം അവർക്ക് വീണ് കിട്ടിയ ഒരു വടിയാണ്. ആ വടിയെടുത്ത് അടിക്കുമോ ഇന്ന്? SKN ഗുഡ് മോർണിംഗ്. ഉറപ്പായും പി വി അൻവറിന്റെ ആരോപണം മൂർച്ചയുള്ള ഒരു ആയുധമായി പ്രതിപക്ഷത്തിന് മുൻപിൽ വീണ് കിട്ടിയതാണ്. അതിനെ പരമാവധി ഉപയോഗിക്കുക എന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ലക്ഷ്യം. അതിന്റെ ഭാഗമായി യൂത്ത് കോൺഗ്രസ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. മാത്രമല്ല നാളെ കോൺഗ്രസിന്റെ സെക്രട്ടേറിയറ്റ് മാർച്ചുമുണ്ട്. നിലവിൽ കോൺഗ്രസിനെയും UDF-നെയും സംബന്ധിച്ചിടത്തോളം ഒരു സമരകാലമാണ് എന്ന് തന്നെ പറയാം. നേരത്തെ തന്നെ സർക്കാരിനെതിരെ വലിയ സമരത്തിനുള്ള പുറപ്പാടിലായിരുന്നു പ്രതിപക്ഷം ഉണ്ടായിരുന്നത്. അതിന് വിവിധ വിഷയങ്ങളായിരുന്നു അവർ ഉയർത്തിക്കൊണ്ടുവന്നിരുന്നത്. അത് ഹേമ കമ്മിറ്റി ആകട്ടെ, EP ജയരാജന്റെ BJP ബന്ധത്തെ തുടർന്നുള്ള കൺവീനർ സ്ഥാനം തെറിക്കലാകട്ടെ, കാഫർ വിവാദമാവട്ടെ, അങ്ങനെ വിവിധ വിഷയങ്ങളിൽ സമരം ഘടിപ്പിക്കാനിരിക്കെയാണ് ഒരു ഭരണപക്ഷ MLA തന്നെ UDF-ന്റെ കയ്യിലേക്ക് ഒരു ആയുധം, മൂർച്ചയുള്ള ഒരു ആയുധം കൊണ്ടുകൊടുത്തത്. അതിന്റെ ഭാഗമായി അത് വലിയ നിലയിൽ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിൽ യൂത്ത് കോൺഗ്രസ് തന്നെ ആ സമരം ഏറ്റെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വിവിധ ജില്ലകളിൽ പോലീസ് ആസ്ഥാനത്തേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ഇന്നും ആ നിലയിൽ തന്നെ മാർച്ചുകൾ തുടരും. ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റി നേരിട്ട് സെക്രട്ടേറിയറ്റിലേക്ക് തന്നെ മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. മാത്രമല്ല ആ യൂത്ത് കോൺഗ്രസിന്റെ ആ പ്രതിഷേധം അത് കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കുകയും ചെയ്യുന്നു. നാളെ സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ തന്നെ ഒരു ശക്തി പ്രകടനം എന്ന നിലയിൽ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്താനാണ് ആലോചിക്കുന്നത്. നിലവിൽ 1000-ലധികം ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഈ നാളത്തെ മാർച്ച് നടത്തും എന്നുള്ളതാണ് KPCC അറിയിച്ചിരിക്കുന്നത്. അതിൽ തന്നെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട നേതാക്കളും ഉണ്ടാവുകയും ചെയ്തത് KPCC അധ്യക്ഷൻ K സുധാകരനായാലും പ്രതിപക്ഷ നേതാവ് VD സതീശനായാലും രമേശ് ചെന്നിത്തലയായാലും ഒക്കെ ഉണ്ടാകും. മാത്രമല്ല കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയും ആ മാർച്ചിൽ പങ്കെടുക്കുകയും ചെയ്യും. അങ്ങനെ ഒരു വലിയ മാർച്ച് ഒക്കെയാണ് പോകുന്നത്. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യമാണ് കോൺഗ്രസ് ഏറ്റവും കൂടുതലായി മുന്നോട്ട് വയ്ക്കുന്നത്. ഈ വിവാദത്തിൽ MR അജിത് കുമാറിനെയോ അതല്ലെങ്കിൽ P ശശിയോ മാറ്റണമെന്നതല്ല. അതിനപ്പുറത്തേക്ക് ഇതിന്റെയൊക്കെ സൂത്രധാരൻ മുഖ്യമന്ത്രിയാണ്. ഇതിനൊക്കെ പിന്നിൽ നിന്നത് മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രി തന്നെ രാജിവെക്കണമെന്നൊരു പോയിന്റിലാണ് കോൺഗ്രസ് നിൽക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല RSSന്റെ ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബേലയുമായി നടത്തിയ കൂടിക്കാഴ്ച, ആ കൂടിക്കാഴ്ചയുടെ കൂടി വിശദാംശങ്ങൾ പുറത്തുവിടും എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് വെല്ലുവിളിച്ചിരിക്കുന്നത്. നിലവിൽ അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ടെങ്കിൽ, അതിന്റെ തെളിവുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായും അത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ കോൺഗ്രസിന് കഴിയുകയും ചെയ്യും. അതല്ല, ദത്താത്രേയ ഹൊസബേലയുമായി കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്നുള്ളതാണെങ്കിൽ അതിനും മറുപടി പറയേണ്ടി വരും പ്രതിപക്ഷ നേതാവ്. കാരണം ഒരു വലിയ ആരോപണം എന്ന നിലയിലാണ് പ്രതിപക്ഷ നേതാവ് അത് മുന്നോട്ട് വെച്ചത്. പക്ഷേ അത് ആ നിലയിൽ അതിന്റെ തെളിവുകൾ എത്തിച്ചില്ല എന്നുണ്ടെങ്കിൽ അതിൽ പ്രതിപക്ഷ നേതാവ് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള രാഷ്ട്രീയ കൗതുകവും കേരളത്തിനുണ്ട്. കാരണം ഈ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ട് പ്രതിരോധത്തിലായാൽ ഉറപ്പായും സർക്കാരിന് അത് ന്യായീകരിക്കാനും വലിയ നിലയിൽ പാടുപെടേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യം ഉൾപ്പെടെയുള്ളവ കടുപ്പിക്കുകയും ചെയ്യും. മാത്രമല്ല നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെയായിരുന്നു പ്രതിപക്ഷം കൂടുതലായും കടന്നാക്രമിച്ചിരുന്നത്. ആ ആഭ്യന്തര വകുപ്പിന്റെ നിയന്ത്രണം മുഖ്യമന്ത്രിക്കില്ല, വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്കില്ല എന്നൊരു ആരോപണത്തിന് കൂടുതൽ കരുത്തു പകരുന്നതാണ് ഇപ്പോൾ പി വി അൻവർ MLA തന്നെ കൊളുത്തുവിട്ട ഈ വിവാദങ്ങളും ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും ഒക്കെ. അതുകൊണ്ട് അതിന്റെ ചുവട് പിടിച്ചുകൊണ്ടുള്ള പ്രതിഷേധവും കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയും ചെയ്യും. UDF-ഉം ആ നിലയിൽ തന്നെ UDF-ന്റെ വിവിധ ഘടകകക്ഷികളും ആ നിലയിൽ തന്നെ വിവിധ സമരങ്ങൾ സംഘടിപ്പിക്കും എന്നുള്ളതാണ് അറിയിച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. നമുക്കൊപ്പം ചേർന്നത് സലീം മാലിക്കാണ്.